നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. മുകേരി പഞ്ചായത്തിലെ വള്ളിയിൽ കാട്ടുപന്നി ആക്രമണത്തിൽ കർഷകൻ എ കെ ശ്രീധരൻ മരിച്ചതിന്റെ പശ്ചാത്തലത്തിൽ വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രന്റെ നിർദ്ദേശപ്രകാരം ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങി. ശ്രീധരൻ മരിച്ച പ്രദേശത്ത് കെ പി മോഹനൻ എംഎൽഎയുടെ നേതൃത്വത്തിലുള്ള ടാസ്ക് ഫോഴ്സ് കാട്ടുപന്നികൾക്കായി തിരച്ചിൽ നടത്തി. മുകേരി പഞ്ചായത്തിൽ വള്ളിയായിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ കർഷകൻ എ കെ ശ്രീധരൻ മരിച്ചതിന്റെ പശ്ചാത്തലത്തിൽ വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രന്റെ നിർദ്ദേശപ്രകാരം ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. ശ്രീധരൻ മരിച്ച പ്രദേശത്ത് ഞായറാഴ്ച രാവിലെ മുതൽ കെ പി മോഹൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ ടാസ്ക് ഫോഴ്സ് കാട്ടുപന്നികൾക്കായി തിരച്ചിൽ നടത്തി. അംഗീകൃത ഷൂട്ടർമാരുടെ സഹായത്തോടെയാണ് തിരച്ചിൽ നടത്തിയത്. കഴിഞ്ഞ ദിവസം മുകേരിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് മന്ത്രി ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കാൻ നിർദ്ദേശം നൽകിയത്. ഫോറസ്റ്റ് ഡിവിഷന് കീഴിലുള്ള 2 എംപാനൽ ഷൂട്ടർമാരായ ജോബി സെബാസ്റ്റ്യൻ, സി കെ വിനോദ് എന്നിവരുടെ സേവനം പ്രയോജനപ്പെടുത്തിയാണ് തെരച്ചിൽ നടത്തുന്നത്. കെ പി മോഹൻ എംഎൽഎ, മുകേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വത്സൻ, വൈസ് പ്രസിഡന്റ് എം രാജശ്രീ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി പി റഫീഖ്, ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ സുധീർ നെരോത്ത്, ഡെപ്യൂട്ടി റേഞ്ചർ കെ ജിജിൽ, കർഷകർ എന്നിവർ തെരച്ചിലിന് നേതൃത്വം നൽകി. പന്നി വരാൻ സാധ്യതയുള്ള ഏരിയയിൽ തോക്കുധാരികളായ ഷൂട്ടേഴ്സിനെയും കൂട്ടിക്കൊണ്ട് ഒരു അന്വേഷണം നടത്തുകയും അത് എത്രത്തോളം നമുക്ക് ഗുണകരമായിട്ട് വരും എന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് തുടർ നടപടികൾ ആലോചിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റും അപ്പുറത്തെ പഞ്ചായത്ത് പ്രസിഡന്റും അപ്പുറത്തിന് ചേർന്നുകൊണ്ട് ഈ ഏരിയയിൽ ഇന്ന് അതിനുള്ള സംവിധാനം വെച്ചിരിക്കും. ആ സംവിധാനം എന്തായാലും കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനും അത് ഇവിടെ സ്വായത്തമാക്കാനും കൂടിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഞങ്ങൾ ഇപ്പോൾ തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവർ ഷൂട്ടേഴ്സും അതുമായി ബന്ധപ്പെട്ട ആളുകളും ഇന്ന് ഈ ഏരിയയിലൊക്കെ തന്നെ ഒരു ചർച്ച നടത്തി എവിടെയെങ്കിലും വരാൻ സാധ്യതയുള്ള ഏരിയ ഉണ്ടെങ്കിൽ അവിടെ നോക്കി അതിനുവേണ്ട സംവിധാനങ്ങൾ നടത്തുകയാണ്. കൂടുതൽ ഷൂട്ടേഴ്സിനെ ഈ ഭാഗത്തേക്ക് കൊണ്ടുവരുവാനും വേണ്ടിയുള്ള നടപടികളാണ് ആരംഭിച്ചിരിക്കുന്നത്. നമ്മളെ മെയിനായിട്ട് കർഷകരെ ഹെൽപ്പ് ചെയ്യാനുള്ള ഉദ്യോഗത്തിയാണ്. അപ്പോൾ നമ്മൾ ഈ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പെർമിറ്റ് കൊടുത്തല്ലോ വെടിവെക്കാനുള്ള. അതിനുശേഷം ഞാൻ ഒറ്റയ്ക്ക് തന്നെ 400ഓളം പന്നികളെ നമ്മുടെ വൈദ്യുത പഞ്ചായത്തിൽ നിന്നും മുനിസിപ്പാലിറ്റി ഇതായിട്ട് വെടിവെച്ചിട്ടുണ്ട്. ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടില്ല, അതുകൊണ്ട് തന്നെ പബ്ലിസിറ്റി ആകാത്തതും. അപ്പോൾ ഇനി അങ്ങോട്ട് കർഷക ആവശ്യങ്ങളും പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും നിർദ്ദേശിക്കുന്ന രീതിയിൽ നിയമത്തിൻ്റെ സമഗ്ര ന്യൂസ് പാനൂർ.